ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈസ് ടു ആർ. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ സ്റ്റഡി വിത്ത് റൈസ് ടു ആറിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ അനാട്ടമി സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാട്ടമിയിലെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ടോട്ടൽ വരുന്ന 10 ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷമായിരിക്കും ഇതിന്റെ അടുത്ത 5 ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 2-3 ദിവസം കൊണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കാനും ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെയും നാളെ കഴിഞ്ഞും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ 3rd സെമസ്റ്ററിന്റെ അതുപോലെ 5th സെമസ്റ്റർ 7th സെമസ്റ്റർ കുട്ടികളുടെ എക്സാം ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ RGHS കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നമ്മളോടൊപ്പം പഠിക്കാം. അതനുസരിച്ച് ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റഡി പ്ലാൻ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങളുടെ എല്ലാവരുടെ എക്സാം ഡേറ്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാരണം എല്ലാ കൂട്ടുകാരും മാക്സിമം നമ്മളോടൊപ്പം പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ബ്ലൂ പ്രിന്റ് ആയിരിക്കും. നമ്മുടെ ഈ ബ്ലൂ പ്രിന്റിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏത് ചാപ്റ്ററിനാണ് വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇങ്ങ് അനാട്ടമിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അനാട്ടമിക്കൽ ടേംസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ബ്ലൂ പ്രിന്റ് പറഞ്ഞിരിക്കുന്ന ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ MCQ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്തുനിന്നൊന്നും നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പാരഗ്രാഫ് വൈസോ സെന്റൻസ് വൈസോ പഠിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. ഓൺലി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ MCQs എല്ലാം അടങ്ങുന്ന ഒരു പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താമസിക്കാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് മാക്സിമം കാണുക, പഠിക്കാൻ ശ്രമിക്കുക. ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് MCQ, പിന്നെ വെരി ഷോർട്ട് ആൻസേഴ്സ്. MCQ 1 മാർക്കിനും വെരി ഷോർട്ട് ആൻസേഴ്സ് 2 മാർക്കിനും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് എസ്സേ, ലോങ് എസ്സേ പോലുള്ള ഇതിനായിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. അപ്പൊ MCQ എല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഓരോ വീഡിയോസും കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ MCQ എല്ലാം അവിടെ ഇൻസ്റ്റയിൽ റെഫർ ചെയ്യുക. നമ്മൾ മോഡൽ MCQs ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ മാക്സിമം ആ ചാപ്റ്റർ നന്നായിട്ട് 1, 2, 3 തവണ വായിക്കാൻ ശ്രമിക്കുക. വായിക്കുമ്പോഴാണ് MCQ എവിടുന്ന് വന്നാലും എഴുതാൻ പറ്റുക. പിന്നെ വന്നിട്ടുള്ള ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ആണ്. 2 മാർക്കിന്റെ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ 1 അല്ല 2, 3 സെന്റൻസ് കൂടിപ്പോയി എഴുതിയാൽ മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഈ വെരി ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. സോ സൈറ്റോപ്ലാസത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്താണ് സൈറ്റോപ്ലാസം? പാർട്ട് ഓഫ് ദി സെല്ലാണ്. അതുപോലെ സൈറ്റോപ്ലാസത്തിന്റെ അകത്തെ സെൽ ഓർഗനൽസ് കാര്യങ്ങളൊക്കെ എഴുതാം. അതിന്റെ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് 2 മാർക്കിന് എഴുതാവുന്നതാണ്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പിത്തീലിയം. അത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ബ്ലൂ പ്രിന്റ് പറയുന്ന 2 മാർക്കിനെ വരത്തുള്ളൂ. അതുകൊണ്ട് കാരണം നമുക്ക് എപ്പിത്തീലിയം 2 മാർക്കിന് ചോദിക്കാം. ഈ എപ്പിത്തീലിയത്തിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ തന്നെ 2 മാർക്കിന് ചോദിക്കാം. ഈ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് ഓരോ ടൈപ്സ് ഉണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, അങ്ങനെ ഓരോ ടൈപ്സും വേണമെങ്കിൽ 2 മാർക്കിന് എടുത്ത് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം 2 മാർക്കിന് എഴുതാവുന്ന രീതിയിൽ നിങ്ങൾ നോക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് 2 മാർക്കിന് ചോദിക്കാം. സെൽ സ്ട്രക്ചർ വേണമെങ്കിൽ അല്ലെ സെൽ ഓർഗനൽസ് വേണമെങ്കിൽ ലിസ്റ്റ് ഡൗൺ ദി സെൽ ഓർഗനൽസ് എന്ന് 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇനി സെൽ ഓർഗനൽസ് തന്നെയും വേണമെങ്കിൽ എടുത്ത് ചോദിക്കാൻ ഗോൾഗി അപ്പാരറ്റസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മൈറ്റോകോൺട്രിയ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റും എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് എന്ത് പോർഷൻ പഠിച്ചാലും ഒരു 2 മാർക്കിനുള്ള കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ MCQ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഓരോ സെന്റൻസും വിടാണ്ട് നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകും. സെക്കൻഡ് ചാപ്റ്റർ എന്ന റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ബ്ലൂ പ്രിന്റ് പ്രകാരം ചോദിക്കാൻ ചാൻസ് ഉള്ള മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ലോങ് എസ്സേ ആൻഡ് ഷോർട്ട് എസ്സേ ആണ്. ലോങ് എസ്സേക്ക് 10 മാർക്കും ഷോർട്ട് എസ്സേക്ക് 5 മാർക്കുമാണ്. അപ്പോൾ MCQയും അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസേഴ്സും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതുമായ
ലോങ് എസ്സേയും ഷോർട്ട് എസ്സേയൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യത്തെ വരുന്നത് നെയ്സൽ ക്യാവിറ്റി ആണ്. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നെയ്സൽ ക്യാവിറ്റി, അല്ലെ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദി നെയ്സൽ ക്യാവിറ്റി വിത്ത് ഡയഗ്രാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പൊസിഷൻ, അതിന്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ സബ്ഡിവിഷൻ ഓഫ് ദി നെയ്സൽ ക്യാവിറ്റി, ബൗണ്ടറീസ് ഓഫ് ദി നെയ്സൽ ക്യാവിറ്റി, പിന്നെ ബ്ലഡ് സപ്ലൈ ഓഫ് ദി നെയ്സൽ ക്യാവിറ്റി, വീനസ് ഡ്രെയിനേജ്, നെർവ് സപ്ലൈ അല്ലെങ്കിൽ ഫങ്ഷൻസ്, ഇങ്ങനത്തെ പോയിന്റ് എല്ലാം ഒരു ഷോർട്ട് എസ്സേ ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അതുകൂടാതെ ഒരു നേസൽ ക്യാവിറ്റിയുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം കൂടി വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് പാരാനേസൽ സൈനസ് നോക്കാം. അതും ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതല്ല. ഏതൊക്കെയാണ് പാരാനേസൽ സൈനസുകൾ വരുന്നത്? ഫ്രോണ്ടല്, എത്തിമോയിഡ്, സ്പിനോയിഡ് ആൻഡ് മാക്സില. 4 പാരാനേസൽ സൈനസുകളാണുള്ളത്. സോ ഓരോ സൈനസിന്റെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പിക്ചർ, ഒരു സ്കള്ളിന്റെ പിക്ചർ വരച്ച് അതിൽ എവിടെയൊക്കെയാണ് ഓരോ സൈനസ് എന്ന് മാർക്ക് ചെയ്യാനും കൂടി ഒന്ന് നോക്കി വെക്കുക. അടുത്ത നമുക്കൊരു എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ, 2 രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഒരു ലോങ് എസ്സേ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ലാരിങ്സ് എഴുതാൻ പറ്റുന്നത്? ലാരിങ്സ് ആദ്യം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്ന് പറയും. ലാരിങ്സ് എന്ന് പറയുന്ന ഓർഗൻ ഫോർ ദി വോയിസ് പ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ സെർവ്സ് ആൻഡ് എയർവേ പാസേജിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ആഡ് ചെയ്യുക. പിന്നെ സൈസ് എഴുതണം. ലെന്ത് എന്ന് പറയുന്നത് 4.3 സെന്റിമീറ്റർ. അതുപോലെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓർത്തിരിക്കാം. ഇങ്ങനെ സെന്റിമീറ്റർ കണക്കുകളൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ട്രക്ചർ ആണ് വരുന്നത്. സ്ട്രക്ചറിന്റെ അകത്ത് ഫ്രെയിം വർക്ക് ഓഫ് കാർട്ടിലേജസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലാരിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കാരണം ലാരിങ്സ്, കാർട്ടിലേജസ് ഓഫ് ദി ലാരിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പെയർഡ് ഉണ്ട്, അൺപെയർഡ് ഉണ്ട്. അപ്പൊ പെയർഡിന്റെ അടി വരുന്ന കാർട്ടിലേജസ് ഏതൊക്കെയാണ്, അൺപെയർഡിന്റെ അടി വരുന്ന ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കുക. അതിനെപ്പറ്റി 1-2 ഓരോ കാർട്ടിലേജ്, ഇപ്പം പറയട്ടെ തൈറോയ്ഡ് കാർട്ടിലേജ് ആവട്ടെ, ക്രിക്കോയിഡ് കാർട്ടിലേജസ് ആവട്ടെ, എല്ലാത്തിനെയും പറ്റി 1-2 ഫീച്ചേഴ്സ് എഴുതാൻ മാത്രം നോക്കി വെക്കുക. ഇത് കൂടാതെ ഡയഗ്രാം ഉണ്ട്. സ്കെലിറ്റൻ ഓഫ് ദി ലാരിങ്സിന്റെ ഒരു ഡയഗ്രാം വരുന്നുണ്ട്. അത് വരച്ച് പഠിക്കുക. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഒന്ന് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാവുന്ന ഒരു ഡയഗ്രാമാണ് ഈ ലാരിങ്സിന്റേത്. അതൊന്ന് നോക്കി വരച്ച് പഠിക്കുക. ഒരു 5 മാർക്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഒരു ഷോർട്ട് എസ്സേ ആണെങ്കിൽ ഇത്രയൊക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാം. ഇൻ കേസ് ഇങ്ങനെ ഒരു 10 മാർക്കിനാണ് ഇത് വന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന വേറെ ഹെഡിങ് ആണ് ലിഗമെന്റ്സ് ഓഫ് ദി കാർട്ടിലേജ്, ലിഗമെന്റ്സ് ഓഫ് ദി ലാരിങ്സ് ആഡ് ചെയ്യാം. അതുകൂടാതെ ക്യാവിറ്റി ഓഫ് ദി ലാരിങ്സ്, ക്യാവിറ്റി ഓഫ് ദി ലാരിങ്സിന് 3 പാർട്സ് ആണുള്ളത്. വെസ്റ്റിബ്യൂള്, സൈനസ് ആൻഡ് ഇൻഫ്രാഗ്ലോട്ടിക് പാർട്ട്. ഇങ്ങനെ 3 പാർട്ടുകളുണ്ട്. അത് മാർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ 10 മാർക്കിന് നമുക്ക് എഴുതാൻ മാത്രം പോയിന്റ്സ് ഉണ്ടായിരിക്കും. അടുത്ത പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ട്രക്കിയ ആണ് വരുന്നത്. ട്രക്കിയയും എസ്സേയും ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ട്രക്കിയ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്ന് പറയും. ഫൈബർ കാർട്ടിലേജസ് ട്യൂബ് എന്ന് പറയും. മെയിൻ അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് 11 to 12 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അപ്പർ ഹാഫ് നെക്കിന്റെ പോർഷനിൽ, ലോവർ ഹാഫ് എന്ന് പറയുന്നത് തൊറാക്സിന്റെ റീജിയനിലായിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ എക്സ്റ്റെന്റ് എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്രിക്കോയിഡ് കാർട്ടിലേജിൽ നിന്നായിരിക്കും. C6 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ലാരിങ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ട്രക്കിയ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെർവൈക്കൽ പാർട്ട് ഉണ്ട്, തൊറാസിക് പാർട്ട് ഉണ്ട്. ഈ 2 പാർട്സും തമ്മിലുള്ള ഓരോ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻസ്, ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹിസ്റ്റോളജി വേണേ എഴുതാവുന്ന പോയിന്റ് ആണ്. ഹിസ്റ്റോളജിക്കകത്ത് മ്യൂക്കോസ, സബ് മ്യൂക്കോസ, കാർട്ടിലേജ് റിങ്സ് വരുന്നുണ്ട്. കാർട്ടിലേജ് റിങ്സിന്റെ അകത്ത് കരീന എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. കരീന എന്ന് പറയുന്ന ലാസ്റ്റ് ട്രക്കിയൽ തിക്ക് ആയിട്ടുള്ള ആ റിങ്ങിനെയാണ് നമ്മൾ കരീന എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വേണ്ട 2 ഫീച്ചേഴ്സ് നോക്കി വെക്കാവുന്നതാണ്. ഈ ഹിസ്റ്റോളജി ഞാൻ പറഞ്ഞു 3 ലെയേഴ്സ് ആ വരുന്നത്. മ്യൂക്കോസ ഉണ്ട്, സബ് മ്യൂക്കോസ ഉണ്ട്, അതുപോലെ തന്നെ കാർട്ടിലേജസ് റിങ്സ് ഉണ്ട്. സോ ആ ഹിസ്റ്റോളജി കാണിക്കുന്ന ഒരു പിക്ചർ കൂടി വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ലെങ്സ് കാണാം. ലെങ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് കുറെ വട്ടം എസ്സേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്, ഷോർട്ട് എസ്സേ ആയിട്ടും വന്നിട്ടുള്ളതാണ്. സോ ലെങ്സ് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ലോങ് എസ്സേക്ക് എന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിപ്പോ ചിലപ്പം ലെഫ്റ്റ് ലെങ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ലെങ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കാം വരുന്നത്. അപ്പൊ ഏതാണെങ്കിലും അതനുസരിച്ച് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ ലെങ്സ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എസ്സേ വരികയാണെങ്കിൽ എന്തൊക്കെ എഴുതാം? നമ്മൾ ആദ്യം റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആ പിക്ചർ ഒന്ന് വരയ്ക്കുക. നെയ്സോഫാരിങ്സ് സ്റ്റാർട്ട് ചെയ്ത് ഡയഫ്രം വരെ എൻഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഫുള്ള് പിക്ചർ വരയ്ക്കുക. അതിൽ നിന്നും ലെങ്സ് മാർക്ക് ചെയ്തിട്ട് രണ്ടാമത് പിന്നെ ലെങ്സ് എടുത്ത് എഴുതുക.
പിന്നെ ലങ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ലങ്സ് അല്ലെങ്കിൽ പൾമോൺസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു ലങ്സിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എഴുതാവുന്നതാണ് പാർട്സ് ഓഫ് ദി ലങ്സ് വരുന്നത്. അപ്പെക്സ് ഉണ്ട്, ബേസ് ഉണ്ട്, 3 ബോർഡേഴ്സ് ആൻഡ് 2 സർഫസസ് ആണ് മെയിൻ ആയിട്ട് പാർട്സ് ഓഫ് ദി ലങ്സ് വരുന്നത്. പാർട്സ് മറക്കരുത്, കൃത്യമായിട്ട് അത് വരച്ച് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാനും ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ലോബ്സ് ആൻഡ് ഫിഷേഴ്സ് ആണ്. റൈറ്റ് ലെങ്ങിനും ലെഫ്റ്റ് ലെങ്ങിനും ലോബ്സും ഫിഷേഴ്സും ഡിഫറെന്റ് ആണ്. റൈറ്റ് ലെങ് വരുമ്പോൾ 2 ഫിഷേഴ്സും 3 ലോബ്സും ആണ് ഉള്ളത്. എന്നാൽ ലെഫ്റ്റ് ലെങ് വരുമ്പോഴത്തേനും 1 ഫിഷറും 2 ലോബ്സും ആണ് ഉള്ളത്. സോ ആ ലോബ്സിന്റെ പേര് അതുപോലെ ഫിഷേഴ്സിന്റെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അത് മാർക്ക് ചെയ്യാനുള്ള ഡയഗ്രം വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഹിസ്റ്റോളജി ഓഫ് ദി ലങ്സ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ഹിസ്റ്റോളജിക്കകത്ത് വരുമ്പോൾ ഒരു പിക്ചർ ഉണ്ട്, പിക്ചർ ഒന്ന് നോക്കി വെക്കുക. ഹിസ്റ്റോളജിക്കകത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ? ആൽവിയോളായി വരുന്നുണ്ട്, ബ്രോങ്കിയോൾസ്, ബ്രോങ്കസ്, ആർട്ടറീസ്, ഹൈലൈൻ കാർട്ടിലേജ്, അതുപോലെ സ്മൂത്ത് മസിൽസ്, ഗ്ലാൻസ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഹിസ്റ്റോളജി വരുന്നത്. അപ്പൊ ഹിസ്റ്റോളജിയും കൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഉള്ളത് നെർവ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ, അങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും ഒരുപാട് നെർവ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ ഒക്കെ തന്നിരിക്കുന്ന മുഴുവൻ പഠിക്കണമെന്നില്ല. ഏതാണ് നെർവ് സപ്ലൈ ചെയ്യുന്ന ലങ്സിന്, അല്ലെങ്കിൽ ഏത് ബ്ലഡ് ആർട്ടറീസ് ആണ്, അല്ലെ ഏത് വെയിൻ ആണ് വീനസ് ഡ്രെയിനേജിന് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ ആ പോയിന്റുകൾ മാത്രം നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് പ്ലൂറ എന്താന്ന് നോക്കാം. പ്ലൂറ നമുക്ക് ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. പ്ലൂറ എന്ന് പറയുന്നത് എന്താണ്? ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു സിറസ് മെംബ്രെയിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയുന്നത്. ആൻഡ് 2 പ്ലൂറൽ സൈക്കിൾ ആണുള്ളത്, റൈറ്റ് ലങ്സിലും ലെഫ്റ്റ് ലങ്സിലും. മീഡിയസ്റ്റൈനത്തിന്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് 2 പ്ലൂറൽ സൈക്കിൾ ഉണ്ട്. ആൻഡ് 2 ലെയേഴ്സ് ആണുള്ളത്. ഔട്ടർ ലെയർ ആയിട്ടുള്ള പറൈറ്റൽ പ്ലൂറയും ഇന്നർ ലെയർ ആയിട്ടുള്ള വിസറൽ പ്ലൂറയാണ് ഉള്ളത്, 2 ലെയേഴ്സ് ആയിട്ട്. ആൻഡ് ഈ 2 ലെയേഴ്സിന്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിനെ നമ്മൾ പ്ലൂറൽ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. ഈ ക്യാവിറ്റി ഫ്ലൂയിഡ് കെട്ടിക്കിടന്നിട്ടാണ് നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യം ഈ ഓരോ പ്ലൂറയെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വിസറൽ പ്ലൂറയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വെക്കുക. അടുത്തെന്ന് പറയുന്നത് പറൈറ്റൽ പ്ലൂറ. അതിൻ്റെ അകത്ത് വരുന്ന 4 സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലൂറ ഉണ്ട്, ഡയഫ്രമാറ്റിക് പ്ലൂറ ഉണ്ട്, മീഡിയാസ്റ്റൈനൽ പ്ലൂറ ആൻഡ് സെർവൈക്കൽ പ്ലൂറ. 4 സബ് ഡിവിഷൻസ് ആണ് വരുന്നത്. ആ സബ് ഡിവിഷൻസ് എഴുതുക. അതുപോലെ അതിന്റെ 1-2 ഫീച്ചേഴ്സ് കൂടി എഴുതാൻ ശ്രമിക്കുക. പ്ലൂറയുടെ നെർവ് സപ്ലൈ എന്ന് പറയുന്നത് ഇന്റർകോസ്റ്റൽ നെർവ്സ് ആൻഡ് ഫ്രെനിക് നെർവ് ആണ്. അതും കൂടി പഠിച്ചു വെക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാതെ പോയൊരു പോർഷൻ ആയിരുന്നു ബ്രോങ്കോ പൾമനറി സെഗ്മെന്റ്സ്. ചിലപ്പോൾ ഈ എസ്സേയുടെ കൂടെ ഒരു സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. ഇപ്പം എക്സ്പ്ലെയിൻ റിഗാർഡിംഗ് ദ സ്ട്രക്ചർ ഓഫ് റൈറ്റ് ലങ് ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ബ്രോങ്കോ പൾമനറി സെഗ്മെന്റ്സ്, അങ്ങനെ 2 പാർട്ടായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അതുകൊണ്ടാണ് ബ്രോങ്കോ പൾമനറി സെഗ്മെന്റ് എന്നാന്നുകൂടി ഒന്ന് നോക്കി പോവാം. എന്താണ് ബ്രോങ്കോ പൾമനറി സെഗ്മെന്റ്? ഒരു പ്രൈമറി ബ്രോങ്കസ്, ഒരു പ്രിൻസിപ്പൽ ബ്രോങ്കസ് ആണെങ്കിൽ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ബ്രോങ്കിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും ഓരോ ഡിവൈഡ് ചെയ്തു പോകുന്ന ഓരോ ബ്രോങ്കിയോൾസിനെ നമ്മൾ എന്താ പറയുന്നത്? ടെറിഷറി ബ്രാഞ്ചസ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ പൾമനറി ആർട്ടറി ഉണ്ട്, അല്ലെ? ഈ പോകുന്ന എല്ലാ ബ്രോങ്കിയോൾസിനും ബ്ലഡ് സപ്ലൈ കൊടുക്കാൻ പൾമനറി ആർട്ടറി ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ഓരോ ടെറിഷറി ബ്രോങ്കിയോൾസിലേക്കും ഓരോ പൾമനറി ആർട്ടറിയും ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഈ പൾമനറി ആർട്ടറീസിനെ അതുപോലെ തന്നെ ഈ ടെറിഷറി ബ്രോങ്കിയോൾസിനെയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ബ്രോങ്കോ പൾമനറി സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ബ്രോങ്കോ പൾമനറി സെഗ്മെന്റിന്റെ ഡെഫിനേഷൻ ആണ് നമ്മളിപ്പോ കണ്ട. ആ ഡെഫിനേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ വരുന്ന നമ്മുടെ സെഗ്മെന്റ്സ് എല്ലാം പിരമിഡ് ഷേപ്പിലാണ് സെഗ്മെന്റ്സ് പറയുന്നത്. അപ്പോൾ ഈ 10 സെഗ്മെന്റ്സ് ആണുള്ളത്. റൈറ്റ് ലെങ്സിൽ ലെഫ്റ്റ് ലെങ്കിലുമായിട്ട് 10ഓളം സെഗ്മെന്റ്സ് ആണുള്ളത്. ഈ 10 സെഗ്മെന്റ്സ് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ 3rd ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് എന്താണ് ലോങ് എസ്സേയും ഷോർട്ട് എസ്സേയും മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റം പോലെ തന്നെ അത്യാവശ്യം ലോങ് എസ്സേക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെ ഓരോ പോർഷൻസും ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ടങ്ക് നോക്കാം. ടങ്ക് ആണ് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. എസ്സേ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടൊന്നും അല്ല, 2 മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടങ്ക് എന്ന് പറയുന്നത്. സോ എന്താണ് ടങ്ക്? ടങ്ക് എന്ന് പറയുന്ന ഒരു മസ്കുലർ ഓർഗൻ ആണ്. എന്തിനൊക്കെയാണ്? നമ്മുടെ ഫോണേഷൻ, അതുപോലെ ടേസ്റ്റ്, സ്വാളോയിങ്, ചൂയിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കുലർ ഓർഗൻ ആണ് ടങ്ക് എന്ന് പറയുന്നത്. ടങ്കിന്റെ പാർട്സ് വരുന്ന റൂട്ട്, ബോഡി, ടിപ്പ്. റൂട്ടും ബോഡി എന്ന് പറയുന്നത്
ഓറൽ പാർട്ടും ടിപ്പ് എന്ന് പറയുന്നത് ഫാരഞ്ചിയൽ പാർട്ടുമാണ്. ഉള്ളിലേക്കുള്ള ഒരു പോർഷനെയാണ് നമ്മൾ ടിപ്പ് എന്ന് പറയുന്നത്. പുറമെ കാണുന്നത് റൂട്ടും ബോഡിയാണ്. അതുപോലെ റൂട്ടിനെയും ബോഡിയും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഈ ടിപ്പിനെയും പറ്റിയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ബോഡിയിൽ വരുന്നതാണ് നമ്മുടെ പാപ്പില എന്ന് പറയുന്നത്. നമ്മുടെ നാക്കിന്റെ അടിയിൽ വരുന്ന ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് പോലുള്ള സംഭവത്തെയാണ് നമ്മൾ പാപ്പില എന്ന് പറയുന്നത്. പാപ്പിലന് പല ഷേപ്സിലുണ്ട്. ആ ഷേപ്പുകളൊക്കെ നോക്കി വെക്കുക. സർക്കംവാല പാപ്പിലയുണ്ട്, ഫംഗിഫോം ഉണ്ട്, ഫില്ലിഫോം ഉണ്ട്, അതുപോലെ ഫോളേറ്റ് പാപ്പില. ഈ 4 ടൈപ്സ് ഓഫ് പാപ്പിലയാണ് ടങ്ങിൽ ഉണ്ടാവുന്നത്. സോ ടങ്ങിന്റെ ബോഡി പാർട്ടി കാണുന്നത് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ മസിൽസ് ഓഫ് ദി ടങ് ആഡ് ചെയ്യുക. ആർട്ടീരിയൽ സപ്ലൈ, വീനസ് ഡ്രെയിനേജ് ഒക്കെ നമുക്കൊരു 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാവുന്നതാണ്. മറക്കാതെ പഠിച്ചിരിക്കേണ്ടത് ഡയഗ്രാം ആണ്. നെക്സ്റ്റ് നമുക്ക് സലൈവറി ഗ്ലാൻസ് നോക്കാം. സലൈവറി ഗ്ലാൻസും 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതൊക്കെയാണ് 3 സലൈവറി ഗ്ലാൻസ് വരുന്നത്? പരോട്ടിഡ്, സബ് മാൻഡിബുലർ ആൻഡ് സബ്ലിംഗ്വൽ. 3 മെയിൻ ആയിട്ടുള്ള സലൈവറി ഗ്ലാൻസ് ആണ്, മേജർ സലൈവറി ഗ്ലാൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ സലൈവറി ഗ്ലാൻസിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ, അതിൻ്റെ അകത്ത് സൈറ്റ് ഉണ്ട്, സൈസ്, ഷേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാം നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ, അതുപോലെ തന്നെ വീനസ് ഡ്രെയിനേജ് കാര്യങ്ങളെല്ലാം സലൈവറി ഗ്ലാൻസിന്റെ ഒപ്പം തന്നെ എഴുതാവുന്നതാണ്. അടുത്ത ഫാരിങ്സ് ആണ്. ഫാരിങ്സ് 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വട്ടം എസ്ഐക്ക്, ഷോർട്ട് എസ്ഐക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാരിങ്സ്. സ്ട്രക്ചർ ഓഫ് ദി ഫാരിങ്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഫാരിങ്സ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മസ്കുലർ ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ പാത്ത് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ. നമ്മൾ ഫുഡ് കഴിക്കുന്ന അതുപോലെ തന്നെ എയർ പാസേജിനായിട്ടും 2 എണ്ണത്തിനുള്ള പാത്വേ ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫാരിങ്സിന്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. നേസൽ ക്യാവിറ്റി, ഓറൽ ക്യാവിറ്റി ആൻഡ് ലാരിങ്സ്, ഇത് 3 എണ്ണമാണ് ഈ ലാരിങ്സിന്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫാരിങ്സിന്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇന്ന് 3 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് നേസോ ഫാരിങ്സ്, മിഡിൽ പാർട്ട് എന്ന് പറയുന്നത് ഓറോ ഫാരിങ്സ് ആൻഡ് ലോവർ പാർട്ട് എന്ന് പറയുന്നത് ലാരിഞ്ചോ ഫാരിങ്സ് എന്നാണ് പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് എഴുതുന്ന കാര്യങ്ങളാണ് മസിൽസ് ഓഫ് ദി ഫാരിങ്സ്, അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈയും. പിന്നെ ഈ ഓറോ ഫാരിങ്സും നെയ്സോ ഫാരിങ്സും ലാരിഞ്ചോ ഫാരിങ്സും ഒക്കെ മാർക്ക് ചെയ്യുന്ന ഒരു പിക്ചറും കൂടി ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റൊമക്ക് കാണാം. സ്റ്റൊമക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലോങ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് ദി സ്റ്റൊമക്ക്. അതുകൊണ്ടാണ് സ്റ്റൊമക്ക് ഒരു എസ്സേ പോലെ വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു മസ്കുലർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്, മെയിൻലി ഫോർ റിസർവേഷൻ ഓഫ് ദി ഫുഡ്. നമ്മുടെ ഫുഡിന്റെ റിസർവോയർ ആയിട്ടാണ് സ്റ്റൊമക്ക് ആക്ട് ചെയ്യുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ഒക്കുപൈയിങ് ദി എപ്പിഗാസ്ട്രിയം ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം. ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയത്തിന്റെ എപ്പിഗാസ്ട്രിക് റീജിയനിലാണ് മെയിൻ ആയിട്ട് സ്റ്റൊമക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്റ്റൊമക്കിന്റെ ഷേപ്പ് ആൻഡ് സൈസ് പറയുന്നത് ജെ ഷേപ്ഡ് ആണ്. ആൻഡ് ഹാവിംഗ് 25 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ജെ ഷേപ്ഡ് ആണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണ്? പാർട്സ് ആണ്. എത്ര പാർട്സ് ആണുള്ളത്? 5 പാർട്സ് ആണ് സ്റ്റൊമക്കിനുള്ളത്. കാർഡിയോ ഉണ്ട്, ഫണ്ടസ് ഉണ്ട്, ബോഡി, ആൻഡ്രം ആൻഡ് പൈലോറസ്. അങ്ങനെ 5 പാർട്സ് ആണ് സ്റ്റൊമക്കിനുള്ളത്. പാർട്സ് ഓർ ഏരിയാസ് ഓഫ് സ്റ്റൊമക്ക്. ഈ പാർട്സ് ഓഫ് ഏരിയാസ് ഓഫ് സ്റ്റൊമക്ക് കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ എവിടെയാണ് ഇതിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സൈറ്റ് കാണിച്ചുകൊണ്ടും ഒരു സ്റ്റൊമക്കിന്റെ ഒരു ഏരിയ ഇത് കാണിക്കുക. അപ്പൊ സൈറ്റ് കാണിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം തന്നെ ഈസോഫാഗസും എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കാവുന്നതാണ്. ഈസോഫാഗസും സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈനും, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, റെക്ടം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ വരച്ചിട്ട് ഇന്ന സൈറ്റിലാണ് സ്റ്റൊമക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വരച്ച് ഡയഗ്രാം ത്രൂ കാണിക്കാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് പാർട്സ്. പാർട്സിന് വരയ്ക്കുമ്പോൾ അതിന്റെ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ സ്റ്റൊമക്ക് മാത്രം എടുത്ത് വരച്ചിട്ട് ഓരോ പാർട്സും മാർക്ക് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഹിസ്റ്റോളജി ഓഫ് സ്റ്റൊമക്ക് ആണ്. ഹിസ്റ്റോളജിക്കകത്ത് വരുന്നത് 4 ലെയേഴ്സ് ആണ്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള മ്യൂക്കോസ, പിന്നെ സബ് മ്യൂക്കോസ വരുന്നുണ്ട്, മുസ്കുലാരിസ് എക്സ്റ്റേണ വരുന്നുണ്ട്, ആൻഡ് ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സെറോസ. അപ്പൊ ഈ ലെയേഴ്സ് നോക്കി വെക്കണം. ലെയേഴ്സ് ഈ ഹിസ്റ്റോളജി കാണിക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ ഒന്ന് വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് സ്റ്റൊമക്കിന്റെ ആർട്ടീരിയൽ സപ്ലൈ അതുപോലെ തന്നെ വീനസ് ഡ്രെയിനേജ് കൂടി ഏതൊക്കെയാണെന്ന് കാണാം. ആർട്ടറി സപ്ലൈ, ഏതൊക്കെ ബ്ലഡ് ആർട്ടറീസ് ആണ് സ്റ്റൊമക്കിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്, ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്? ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി ഉണ്ട്, റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി ഉണ്ട്, റൈറ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി ഉണ്ട്, ആൻഡ് ഷോർട്ട് ഗ്യാസ്ട്രിക് ആർട്ടറി ഉണ്ട്. പഠിക്കാൻ എളുപ്പമുള്ളതാണ്. 5 ഗ്യാസ്ട്രിക് ആർട്ടറീസ് ആണ് സ്റ്റൊമക്കിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്.
പിന്നെ വീനസ് ഡ്രെയിനേജ് വരുന്നത് എങ്ങനെയാണ്? ബ്ലഡ് സപ്ലൈ വീനസ് ഡ്രെയിനേജ് എങ്ങനെയാണ് നടക്കുന്നത്? ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെയിൻ ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ഗ്യാസ്ട്രിക് വെയിൻ ഉണ്ട്, റൈറ്റ് എപ്പിപ്ലോയിക് വെയിൻ, ലെഫ്റ്റ് എപ്പിപ്ലോയിക് വെയിൻ ആൻഡ് ഷോർട്ട് ഗ്യാസ്ട്രിക് വെയിൻ. നമ്മൾ എന്താണ് ആർട്ടറി പറഞ്ഞത് അത് നേരെ വെയിൻ ആയിട്ടും കൂടി എഴുതുക. പിന്നെ വരുന്നത് നെർവ് സപ്ലൈ ആണ്. നെർവ് സപ്ലൈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ് നെർവ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റൊമക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിയോഡിനം. ഡിയോഡിനം ഒരു ലോങ് സൈഡ് ഒരു പാർട്ടായിട്ട് ചോദിക്കാം, അല്ലെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. ഡിയോഡിനം ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഷോർട്ടസ്റ്റ് ആൻഡ് വൈഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫിക്സ്ഡ് പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടാണ്, അതുപോലെ വൈഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 inches ആണ് പറയുന്നത്. ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത്. പാർട്സ് 4 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സുപ്പീരിയർ ഓർ ഫസ്റ്റ് പാർട്ട് എന്ന് പറയും, ഡിസെൻഡിങ് ഓർ സെക്കൻഡ് പാർട്ട്, ഹൊറിസോണ്ടൽ ഓർ തേർഡ് പാർട്ട് ആൻഡ് അസെൻഡിങ് ഓർ ഫോർത്ത് പാർട്ട്. അങ്ങനെ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിയോഡിനം ചോദിക്കുമ്പോൾ ഏതൊക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്യാം? ഞാൻ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ ആഡ് ചെയ്തിട്ട് എവിടെയാണ് ഇതിന്റെ സൈറ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അതുകൂടാതെ ഈ 4 പാർട്സ് കാണിക്കാൻ ഇപ്പൊ പറഞ്ഞു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഈ 4 പാർട്സ് മാർക്ക് ചെയ്യുന്ന ഡിയോഡിനത്തിന്റെ തന്നെ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടീരിയൽ സപ്ലൈയും വീനസ് ഡ്രെയിനേജും നെർവ് സപ്ലൈ ഒക്കെ പഠിക്കാൻ മറക്കാതിരിക്കുക. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ആക്സസറി ഓർഗൻസ് ഓഫ് ഡൈജഷൻ ആണ്. ഏതൊക്കെയാണ് 3 ആക്സസറി ഓർഗൻസ് വരുന്നത്? എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലിയറി അപ്പാരറ്റസ് ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ലിവറും പാൻക്രിയാസ് ആണ്. ലിവർ തന്നെ ലോങ് എസ്സേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ലിവർ എങ്ങനെയാണ് ലോങ് എസ്സേ വരുവാണെങ്കിൽ എഴുതേണ്ടത് കാണാം. സോ ലിവറിന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ലിവർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി ആണ്. മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ് മെറ്റബോളിസം, ഡീടോക്സിഫിക്കേഷൻ ഒക്കെയാണ്. പിന്നെ സൈറ്റ്, അതുപോലെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അബ്ഡോമിനിലെ അപ്പർ റൈറ്റ് പാർട്ടിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈസ്, ഷേപ്പ് കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള 5 സർഫസസ് ആൻഡ് ബോർഡേഴ്സ്, അതാണ് മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഈ 5 സർഫസസും ബോർഡേഴ്സും മാർക്ക് ചെയ്തുകൊണ്ടൊരു ഡയഗ്രാം കൂടി വരയ്ക്കാൻ ശ്രമിക്കുക. ഇത് കൂടാതെ 2 ലോബ്സ് ഉണ്ട്. ലിവറിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് റൈറ്റ് ലോബും സ്മോളസ്റ്റ് ലെഫ്റ്റ് ലോബും. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാത്തും നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ബ്ലഡ് സപ്ലൈ, ആർട്ടീരിയൽ സപ്ലൈ എഴുതുക, വീനസ് ഡ്രെയിനേജ് എഴുതുക, അതുപോലെ തന്നെ നെർവ് സപ്ലൈ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്ക് 4th ചാപ്റ്ററിലേക്ക് പോകാം, സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും നേരത്തെ കണ്ട പോലെ തന്നെ ലോങ് എസ്സേയും ഷോർട്ട് എസ്സേ ആണ് മെയിൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നല്ല, ഷോർട്ട് എസ്സേയും ലോങ് എസ്സേ ആണ് നമ്മൾക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് MCQ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വെരി ഷോർട്ട് ആൻസേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം എസ്സേക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമുക്ക് പെരിക്കാർഡിയം എന്താന്ന് കാണാം. ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് പെരിക്കാർഡിയം. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ പെരിക്കാർഡിയം എന്ന് പറയുന്ന ഹാർട്ടിനെ കവർ ചെയ്യുന്ന ഒരു എൻക്ലോസ് ചെയ്യുന്ന ഒരു ഫൈബ്രോസിറസ് ആയിട്ടുള്ള സാക്കിനെയാണ്, ഹാർട്ടിന്റെ ആ കവറിങ്ങിനെയാണ് നമ്മൾ പെരിക്കാർഡിയം എന്ന് പറയുന്നത്. ഒരു കോണിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. പിന്നെ ഒരു ലെയേഴ്സ് നമ്മൾ നോക്കി വെക്കണം. ഔട്ടർ ഫൈബ്രസ് ലെയറും അതുപോലെ ഇന്നർ സിറസ് ലെയറും ആണുള്ളത്. ആ ലെയർ ഒക്കെ മാർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ ഒക്കെ വരയ്ക്കുക. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നെർവ് സപ്ലൈയും ബ്ലഡ് സപ്ലൈയും ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്കൊരു 5 മാർക്കിനുള്ള പോയിന്റ്സ് ആവും. നെക്സ്റ്റ് ബ്ലഡ് വെസൽസ് ആണ്. സ്ട്രക്ചർ ഓഫ് ബ്ലഡ് വെസൽസ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വട്ടം കണ്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ബ്ലഡ് വെസൽസിന്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 3 ലെയേഴ്സ് ആണ് ബ്ലഡ് വെസലിനുള്ളത്. ഏതൊക്കെയാണ്? ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ട്യൂണിക്ക ഇന്റിമ, ആൻഡ് മിഡിൽ ലെയർ ആയിട്ടുള്ള ട്യൂണിക്ക മീഡിയ, ആൻഡ് ഔട്ടർ ലെയർ ആയിട്ടുള്ള ട്യൂണിക്ക അഡ്വന്റേഷ്യ. അപ്പൊ ഈ 3 ലെയേഴ്സിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിന്റെ പിക്ചർ നന്നായിട്ട് വരച്ച് പഠിച്ചിരിക്കണം. അടുത്ത നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാർട്ടിലേക്കാണ് പോകുന്നത്. ഹാർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിച്ചിരിക്കുക. അത് എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടോ ഷോർട്ട് എസ്സേ ആയിട്ടോ ഒക്കെ എവിടെയെങ്കിലും വരാൻ മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് ഒരു ലോങ് എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം എഴുതണം. ഒരു ഹോളോ മസ്കുലർ ഓർഗൻ ആണ്, സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ മീഡിയാസ്ട്രൈനം. പിന്നെ ജസ്റ്റ് ബിറ്റ്വീൻ ദി 2 ലങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. അതുപോലെ സൈസ് ഓഫ് എ ക്ലൈസ്ഡ് ഫിസ്റ്റ്, ആവറേജ് വെയിറ്റ് മെയിൽസിലാണെങ്കിൽ 300 ഗ്രാം ആയിരിക്കും, ഫീമെയിൽസിലാണെങ്കിൽ 250 ഗ്രാം ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ഷനിൽ എഴുതുക. പിന്നെ വരുന്ന മെയിൻ ആയിട്ട് നമുക്കറിയാവുന്ന ചേംബേഴ്സ് ഓഫ് ദി ഹാർട്ട്.
അപ്പൊ ചേംബേഴ്സ് ഓഫ് ദി ഹാർട്ട് ഏതൊക്കെയാണ്? റൈറ്റ്, ലെഫ്റ്റ്, വെൻട്രിക്കിൾസ് ആൻഡ് ഏട്രിയം ആണുള്ളത്. അത് ഒരു പിക്ചർ വരച്ച് ഡയഗ്രാം വരച്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ഹാർട്ടിന്റെ പാർട്സ് ആണ്. അപ്പെക്സ് ഉണ്ട്, ബേസ് ഉണ്ട്, 3 സർഫസ്, 4 ബോർഡേഴ്സ്. അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കുക. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ. അങ്ങനെ മാത്രം എടുത്ത് ഒരു 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാരണം നിങ്ങൾ ഓരോ ചേംബേഴ്സിനെയും പറ്റി ഒരു 5 മാർക്കിനുള്ള ഒരു കോണ്ടന്റ് നോക്കി വെക്കുക. ഇത് എഴുതിയാലും ഏത് ചേംബർ ആണ് ചോദിക്കുന്നെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ച്, ഇതിപ്പോ റൈറ്റ് ഏട്രിയം ആണെങ്കിൽ ഒരു ഹാർട്ടിന്റെ പിക്ചർ വരച്ചിട്ട് ഇതാണ് റൈറ്റ് ഏട്രിയം എന്ന് മാർക്ക് ചെയ്തിട്ട് വേണം അതിനെപ്പറ്റിയുള്ള കോണ്ടന്റ് എഴുതാൻ. വാൾസ് ഓഫ് ദി ഹാർട്ടും ഒരു 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാൾസ് ഓഫ് ദി ഹാർട്ട് ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 2 വാൾസ് ആണുള്ളത്. എ പെയർ ഓഫ് AV വാൽവ്, ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്, ആൻഡ് എ പെയർ ഓഫ് സെമി ലൂണാർ വാൽവ്. ഇത്രയും വാൾസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ഇതിന്റെ പിക്ചർ വരയ്ക്കാൻ ഈ ചിലയിടത്തൊക്കെ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ സാധാ ഒരു ഹാർട്ടിന്റെ പിക്ചർ വരച്ചിട്ട് അതിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. വാൾസ് എങ്ങനെയാന്ന്, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 5 മാർക്ക് ഇന്നേ വരെ പ്രീവിയസ് ഇയറിലൊന്നും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാൾസ് ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് സപ്ലൈ ഓഫ് ദി ഹാർട്ട് ആണ്. അത് കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ. അതൊരു ലോങ് എസ്സേ ആയിട്ട് ചോദിക്കാം, ലോങ് എസ്സേയുടെ ഒരു പാർട്ടായിട്ട് വേണേൽ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പം എങ്ങനെയാണ് ബ്ലഡ് സപ്ലൈ ഓഫ് ദി ഹാർട്ടിന് ഏതൊക്കെ ആർട്ടറീസ് ആണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസ്, അതിന്റെ ബ്രാഞ്ചസ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. കൊറോണറി ആർട്ടറി 2 എണ്ണം ഉണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ആൻഡ് റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് എഴുതണം, ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് എഴുതണം. അതുപോലെ ഇതെല്ലാം കാണിക്കുന്ന ഒരു പിക്ചർ വരയ്ക്കണം, ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം അത് നന്നായിട്ട് തന്നെ വരച്ച് പഠിക്കണം. വരച്ച് പഠിച്ചാൽ മാത്രമേ അതിന്റെ ബ്രാഞ്ചസ് ഓരോന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കത്തുള്ളൂ. ഒരിക്കലും നോക്കി വെച്ചിട്ട് മാത്രം പോയി വരയ്ക്കാന്ന് ഓർക്കരുത് ഇങ്ങനത്തെ ഡയഗ്രാം ഒക്കെ. അപ്പൊ വരച്ച് തന്നെ പഠിക്കുക. പിന്നെ അതിന്റെ അതുപോലെ തന്നെ ഇപ്പം ആ ബ്ലഡ് സപ്ലൈ ചോദിക്കുമ്പോൾ വീനസ് ഡ്രെയിനേജും മറക്കാതെ എഴുതുക. ആർട്ടീരിയൽ സപ്ലൈ മാത്രമല്ല വീനസ് ഡ്രെയിനേജും അതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രേക്കിയോസെഫാലിക് ആർട്ടറി. അപ്പൊ ഈ ബ്രേക്കിയോസെഫാലിക് ആർട്ടറി ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കി ആർട്ടറീസ് ഒക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണെന്ന് പ്രതീക്ഷിക്കാം. കാരണം 5 മാർക്കിനൊക്കെ എഴുതാൻ മാത്രമുണ്ട് ഓരോ ആർട്ടറീസും. ഇപ്പൊ ബ്രേക്കിയൽ ആർട്ടറി ചോദിക്കാം, ആക്സിലറി ആർട്ടറി ചോദിക്കാം, സബ്ക്ലേവിയൻ ചോദിക്കാം, വെർട്ടിബ്രൽ ആർട്ടറി ചോദിക്കാം, റേഡിയൽ ചോദിക്കാം. അങ്ങനെ ഏത് ആർട്ടറി വേണേലും എടുത്ത് ചോദിക്കാം. അപ്പൊ ഏത് ആർട്ടറി ചോദിച്ചാലും ഒരു 5 മാർക്കിനുള്ള 5 മാർക്കിന് വേണ്ടി ഒരു 3 മാർക്കിനുള്ള പോയിന്റ്സ് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ആർട്ടറീസിന്റെ ഒക്കെ ഒരു പിക്ചർ, കോമൺ ആയിട്ടുള്ള ഒരു പിക്ചർ കൂടി പഠിച്ചു വെക്കുക. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പിക്ചർ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് വന്നാലും നമുക്ക് ആ പിക്ചറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കിൾ ഓഫ് വില്ലീസ് എന്ന് പറയുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം അത് നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഡയഗ്രാം കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ആ വെയിൻസോ ഒക്കെ ആർട്ടറീസ് ഒക്കെ ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ പേരൊക്കെ പഠിച്ചിട്ടൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് വരച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് സർക്കിൾ ഓഫ് വില്ലീസ് എന്ന് പറയുന്നത്? നമ്മുടെ സെറിബ്രൽ അല്ലെ ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടറീസിനാണ് നമ്മൾ സർക്കിൾ ഓഫ് വില്ലീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ആർട്ടറീസ് ആണ് വരുന്നത്. ബേസിലാർ ആർട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ആന്റീരിയർ ആൻഡ് മിഡിൽ സെറിബ്രൽ ആർട്ടറി. ഈ 3 ആർട്ടറീസ് എല്ലാം കൂടി ഒരു സർക്കിൾ പോലെ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് വില്ലീസ് എന്ന് പറയുന്നത്. സെറിബ്രൽ ബ്ലഡ് സപ്ലൈക്കാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്പ്ലീൻ ആണ്. സ്പ്ലീൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോങ്സ്റ്റ് ആയിട്ടാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്പ്ലീൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് സിംഗിൾ മാസ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ദ ബോഡിയാണ് സ്പ്ലീൻ. ആൻഡ് സ്പ്ലീൻ റെഡ് ബ്രൗൺ ഇൻ കളർ, അതുപോലെ സോഫ്റ്റ് ആണ്, ഫ്രൈബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സൈസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈസ് എങ്ങനെയാണ്, വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വരുന്നത് ബോർഡേഴ്സ് ആണ്. എത്ര ബോർഡേഴ്സ് ആണ്? 3 ബോർഡേഴ്സ് ആണുള്ളത് സ്പ്ലീനിന്. സുപ്പീരിയർ ബോർഡർ ഉണ്ട്, ഇൻഫീരിയർ ബോർഡർ ഉണ്ട്, അതുപോലെ ഇന്റർമീഡിയറ്റ് ബോർഡേഴ്സ് ഉണ്ട്. അങ്ങനെ 3 ബോർഡർ ആണ് സ്പ്ലീനിന് വരുന്നത്. പിന്നെ സർഫസുകളാണ് പറയുന്നത്. ഡയഫർമാറ്റിക് സർഫസ്, വിസറൽ സർഫസ്, അങ്ങനെ മെയിൻ 2 സർഫസ് ആണ്. അപ്പൊ 3 ബോർഡേഴ്സും 2 സർഫസും ആണ് സ്പ്ലീനിനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങൾ ബ്ലഡ് സപ്ലൈക്കകത്ത് ആർട്ടീരിയൽ സപ്ലൈ വരുന്നുണ്ട്, വീനസ് ഡ്രെയിനേജ് വരുന്നുണ്ട്, പിന്നെ നെർവ് സപ്ലൈയും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്പ്ലീനിന് ഒരു 5 മാർക്കിനുള്ള പോയിന്റ്സ് ആയി. ഇതുകൂടാതെ 2-3 ഡയഗ്രാം കൂടി വരയ്ക്കാൻ പഠിക്കുകയാണെങ്കിൽ 10 മാർക്കിന്റെ ഒരു എസ്സേക്കുള്ള പോയിന്റ്സ് ആയി. നെക്സ്റ്റ് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്ന് വെരി ഷോർട്ട് ആൻസേഴ്സ് മാത്രം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് MCQ ആയിട്ടോ അതുപോലെ തന്നെ ലോങ് എസ്സേ
വെരി ഷോർട്ടസ്റ്റ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. only 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെയിം ഫോർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അതുപോലെ പാർട്സ് ഓഫ് ദി തൈറോയിഡ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിച്ചുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ട അനാട്ടമിയുടെ 5 ചാപ്റ്റേഴ്സ് ആണ്. ഇനി അടുത്ത 5 ചാപ്റ്റേഴ്സ് വരുന്നത് 2-3 ദിവസത്തിന് ശേഷമായിരിക്കും. അപ്പൊ ഈ 2 ദിവസം ഗ്യാപ്പിൽ നിങ്ങൾ മാക്സിമം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യവും മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്യുക. പ്രത്യേകമായിട്ട് ഡയഗ്രാംസ് കറക്റ്റ് ആയിട്ട് വരച്ച് പഠിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ അനാട്ടമി പഠിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗമാണ് ഡയഗ്രാം ബുക്ക് കീപ്പ് ചെയ്യുന്ന. ഒരു ബുക്ക് എടുത്ത് ഓരോ ഡയഗ്രാം ഒന്നെന്ന് നിങ്ങൾ വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. ആ ബുക്ക് ഒറ്റ ഒരു ബുക്കിൽ തന്നെ എല്ലാ ഡയഗ്രാംസും ഉൾക്കൊള്ളിക്കുക. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റത്തേക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഈ ഒരു സമയത്ത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇത് ഒരുപാട് ആൾക്കാർ പഠിക്കട്ടെ, നമ്മുടെ വീഡിയോ ത്രൂ ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കാരണം മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ MCQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്ത ഇത്രയും ചാപ്റ്റേഴ്സിലെ MCQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചാപ്റ്റർ വൈസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും എല്ലാവരും റെഫർ ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരെയും അടുത്ത വീഡിയോ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.